സലിം മടവൂർ, ഇസ്രയേൽ ഞാൻ ചുരുക്കി പറയാം. ഭരണകൂട ഭീകരത എന്ന ആ വാദം ഇപ്പോഴും പ്രസ് ചെയ്യുന്നുണ്ടോ? ഞാനൊരു മിനിറ്റ് എടുക്കുള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് ഇടപെടും. ആദ്യമായിട്ട് യൂട്യൂബില് എനിക്ക് ജനം ടി വിയിലെ പല പ്രേക്ഷകരും എനിക്കെതിരെ പരാമർശം നടത്തുമ്പോൾ എനിക്ക് ആവേശമാണ് ഉണ്ടാവുക. കാരണം ഞാൻ പറയുന്നത് ശരിയായി എന്ന് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടല് എന്നെ എതിർത്ത് എഴുതുമ്പോഴാണ്. അതുകൊണ്ട് എനിക്ക് അവരോട് നന്ദിയുണ്ട്. രണ്ട്, ഇവിടെ നേരത്തെ പറഞ്ഞു, ഇവിടെ പ്രധാന പ്രശ്നം ഓസ്ലോ ഉടമ്പടിയോട് കൂടിയിട്ട് ദ്വിരാഷ്ട്ര ഫോർമുല പൂർത്തിയാവേണ്ടതാണ്. അങ്ങനെയാണ് യാസർ അറഫാത്ത് എല്ലാ പോരാട്ടങ്ങളും അവസാനിപ്പിച്ചത്. പക്ഷേ ഇസ്രായേൽ ആ പദ്ധതി, ആ കരാർ പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒക്കെ നേതൃത്വത്തിൽ നേരത്തെ ഇസ്രായേല് അവിടുത്തെ വെസ്റ്റ് ബാങ്കിലെ അവിടുത്തെ പലസ്തീൻ പ്രദേശത്തേക്ക് കടന്നു കയറുകയും അവിടെ വീണ്ടും സെറ്റിൽമെന്റ് ഉണ്ടാക്കുകയും അങ്ങനെ ഈ കരാർ പൊളിക്കുന്നതിന് വേണ്ടി പ്രകോപിപ്പിച്ചുകൊണ്ട് അറബികളെ കൊണ്ട് അല്ലെങ്കിൽ പലസ്തീനികളെ കൊണ്ട് യുദ്ധം ചെയ്യിച്ചുകൊണ്ട് ഈ കരാർ കൃത്യമായി പൊളിച്ചടുക്കിക്കൊണ്ട് നിരന്തരമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് ഇസ്രായേലാണ്. അതുകൊണ്ടാണ് അവിടെ സമാധാനം ഉണ്ടാക്കി അവിടുത്തെ ഫത്താ പാർട്ടി, PLOയുടെ ഭാഗമായിരുന്ന ഫത്താ പാർട്ടി അവിടുത്തെ ഈ ഗാസയിൽ നിന്ന് തൂത്തെറിയപ്പെട്ടത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ പ്രശ്നം, അവിടെ ഇത്രയും വർഷമായിട്ട് ഈ രാഷ്ട്രം, പ്രത്യേക പലസ്തീൻ രാജ്യം ഓസ്ലോ ഉടമ്പടി പ്രകാരം പൂർത്തീകരിക്കാൻ സാധിക്കാത്തതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തത് കറപ്ഷൻ ആരോപണം വന്നു. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ രാഷ്ട്രം പൂർത്തീകരിക്കാൻ സാധിക്കാതെ പലസ്തീൻ പോരാട്ടം അവസാനിപ്പിച്ചതിൽ പ്രതിഷേധിച്ച അവിടുത്തെ ജനങ്ങൾ, തങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, നൂറ്റാണ്ടുകളായി ജീവിച്ച ഭൂമിയിൽ ഇസ്രായേലിന്റെ അടിമകളായിട്ടാണ് ജീവിക്കുന്നത്, ഒരു ഭാഗത്ത് അടച്ചുപൂട്ടി നിങ്ങൾ സ്വതന്ത്രമായി ജീവിച്ചോ എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് അവകാശമുള്ളത്? അവർക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. ആ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു അടയ്ക്കപ്പെട്ട ജയില്, ഒരു തുറന്ന ജയില്, ആ തുറന്ന ജയിലിൽ അടച്ചപ്പോ അവിടെയുള്ള ജനങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കും. അവിടെ ദ്വിരാഷ്ട്രം വരണമെങ്കിൽ ഇസ്രായേലിന്റെ കുടിയേറ്റം അവസാനിപ്പിക്കണം, പലസ്തീനികൾക്ക് പ്രത്യേകമായ രാജ്യം, സ്വതന്ത്രമായ അവകാശങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു രാജ്യം രൂപീകരിക്കണം. അതിനുള്ള സാഹചര്യങ്ങൾ വന്നപ്പോഴൊക്കെ തന്നെ ഇസ്രായേലിലെ തീവ്രവാദ വിഭാഗങ്ങള് അവിടെ കുടിയേറ്റം നടത്തും, പ്രകോപിപ്പിക്കും, അക്രമമുണ്ടാക്കും, യുദ്ധമുണ്ടാക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ പോയത്. ഒക്ടോബർ 7-ന് നിരപരാധികളെ കൊന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരിക്കലും ശരിയല്ല. ഒരു യുദ്ധത്തില് അത്തരം തന്ത്രങ്ങൾ ആക്രമിക്കുകയാണെങ്കിലും നിരപരാധികളെ കൊന്നതിനോട് എനിക്ക് ഒരു തരത്തിലും യോജിപ്പില്ല. പക്ഷേ ഈ യുദ്ധങ്ങളില് ഇസ്രായേൽ പലസ്തീനിലെ കുഞ്ഞുങ്ങളെയും കുട്ടികളെയും ആശുപത്രികളും ആക്രമിച്ചപ്പോ, അവിടെ വലിയൊരു ആശുപത്രി ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേര് എന്നോട് പെട്ടെന്ന് ഞാൻ മറ്റൊരു ചാനലിൽ നിന്ന് ഇങ്ങോട്ട് കയറിയത് കൊണ്ട്, ആ ആശുപത്രിയിൽ ബോംബുണ്ട്, അക്രമമുണ്ട്, തുരങ്കമുണ്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടിയോ? എവിടെ? കിട്ടിയില്ല. ഇത്ര ദിവസം അക്രമം നടത്തിയിട്ട് ബന്ദികളെ കിട്ടിയോ? കിട്ടിയിട്ടില്ല. അവരെ സുരക്ഷിതമായി ഒളിപ്പിക്കാൻ അവർക്ക് ഇപ്പോഴും അവിടെ സാധിച്ചില്ലേ? അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും തകർക്കാനൊന്നും യുദ്ധങ്ങളെ കൊണ്ട് സാധിക്കില്ല. പാവപ്പെട്ട നിരപരാധികളെ കൊന്നൊടുക്കാൻ സാധിക്കും, കുട്ടികളെ കൊന്നൊടുക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഹമാസ് 10-20 ദിവസം കൊണ്ട് സ്വാഭാവികമാണ് കേട്ടോ, നിരപരാധികളാണ് ഏറ്റവും അധികം കൊല്ലപ്പെടുന്നത്. അല്ല, ഇസ്രായേൽ കൊന്നൊടുക്കുന്നത് നിരപരാധികളെയാണ്. അവിടെയുള്ള അറബികളായ ആളുകളുടെ കൃഷിഭൂമിയാണ് നശിപ്പിക്കുന്നത്. അവരുടെ വീടുകൾ തകർത്ത് അവിടെ വീണ്ടും വീണ്ടും കുടിയേറ്റം സ്ഥാപിക്കുകയാണ്. എന്തിനാ വെസ്റ്റ് ബാങ്കിൽ അക്രമം നടത്തി? അവിടെ ഹമാസ് ഇല്ലല്ലോ. വെസ്റ്റ് ബാങ്കിൽ ഹമാസ് ദുർബലമാണല്ലോ. മാർഗം സ്വീകരിക്കും. പിന്നെ അല്ല, നേരത്തെ ഞാൻ ചോദിക്കട്ടെ, ഹമാസിന്റെ ആക്രമണത്തെ താങ്കൾ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല, അത് ശരിയല്ല, അപലപിക്കുന്നു. പക്ഷേ ഒക്ടോബർ 7 സ്വീകരിക്കും, അത് പറയൂ. അല്ല, ഇസ്രായേൽ എന്തിനാണ് വെസ്റ്റ് ബാങ്കിൽ അക്രമം നടത്തുന്നത്? അതിൽ നിന്ന് വ്യക്തമാണല്ലോ, അവർക്ക് ഹമാസ് അല്ല ലക്ഷ്യം. അവർക്ക് ഒരു കാലത്തും അല്ല ആരിഫ് ഹുസൈൻ പറഞ്ഞതല്ല കാര്യം. ഞാൻ കൃത്യമായിട്ട് ഞാൻ പറയുന്നതാണ്, ഞാൻ എന്റെ ഭാഗമാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഹമാസ് അവിടെ ഒരു കാലഘട്ടത്തിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര പാലസ്തീൻ വരാൻ പാടില്ല. അത് വരുന്ന ഒരു ഘട്ടത്തിൽ, സമാധാനം ഉണ്ടാവുന്ന ഘട്ടത്തിൽ എന്നും അട്ടിമറിക്കുന്നത് ഇസ്രായേലാണ്. അതൊരു ഭീകര രാജ്യമാണ്. ഇന്ത്യയിലെ ചില സംഘപരിവാർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതേപോലെ തന്നെ ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകള്, അവർ ഇസ്ലാം മതത്തെ എതിർക്കാന് അല്ലെങ്കിൽ മുസ്ലിം ലോകത്തെ എതിർക്കാൻ ഇതാണ് ഉപായം എന്ന് വിചാരിച്ച് അതിന്റെ കൂടെ കൂടുക എന്നുള്ളതിലപ്പുറം ഒന്നുമില്ല. യാഥാർത്ഥ്യത്തിന് നേരെ കണ്ടടച്ചുകൊണ്ട് നിൽക്കുന്ന ഈ അവസ്ഥയാണ് മാറേണ്ടത്. ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകൾ ചരിത്രത്തെ മാറ്റി പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. അതിലൊന്നും ഒരു കാര്യമില്ല. ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. ഇസ്രായേൽ ലോകത്തെ നമ്പർ 1 ഭീകരവാദ രാജ്യമാണ്. നിരപരാധികളെ കൊന്നൊടുക്കുന്ന രാജ്യമാണ്. ഒരു രാജ്യത്ത് അവിടെയുള്ള പരമ്പരാഗതമായി ജീവിക്കുന്ന അവിടുത്തെ പലസ്തീൻ ഭൂമിയിലേക്ക് ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്ന് കൊണ്ടുവന്നതാണ് അവിടെ ബ്രിട്ടൻ ഈ ആളുകളെ. അങ്ങനെ ഉണ്ടാക്കിയ രാജ്യമാണ്. അവിടെയുള്ള ആളുകളെ തല്ലി ഓടിച്ചതാണ്. അതേക്കുറിച്ച് എന്താ മിണ്ടാത്തത്? വെറും ഒരു മതവിരോധത്തിന്റെ പേരിൽ എന്തോ കുറെ പറഞ്ഞതുകൊണ്ടായോ? മതവിരോധം ഞാൻ അതായത് 2 മിനിറ്റ് ഉള്ളത്. മതി 2 മിനിറ്റ് മതി.
ഹമാസിന്റെ ചാർട്ടറിൽ ആർട്ടിക്കിൾ 7 ഇസ്രായേൽ വിൽ എക്സിസ്റ്റ് ആൻഡ് വിൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ആൻഡിൽ ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് ഇറ്റ് ജസ്റ്റ് ആസ് ഇറ്റ് ഒബ്ലിറ്ററേറ്റഡ് അതേഴ്സ് ബിഫോർ ഇറ്റ്. ഇതാണ് അതിന്റെ പ്രിയാമ്പിൾ എഴുതിയിരിക്കുന്നത്. ദി ഡേ ഓഫ് ജഡ്ജ്മെന്റ് വിൽ നോട്ട് കം അൺടിൽ മുസ്ലിംസ് ഫൈറ്റ് ജ്യൂസ് ആൻഡ് കിൽ ദം. ഓക്കെ, ഇത് ഹമാസ് ആണ് കേട്ടോ എഴുതി വെച്ചിരിക്കുന്നത്. ഹമാസ് റിഗാർഡ്സ് ഇറ്റ്സെൽഫ് ദ സ്പിയർ ഹെഡ് ആൻഡ് ദ വാൻഗാർഡ് ഓഫ് ദ സർക്കിൾ ഓഫ് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് വേർഡ് സയനിസം. ഇസ്ലാമിക് ഗ്രൂപ്പ്സ് ഓൾ ഓവർ ദ അറബ് വേൾഡ് ഷുഡ് ഓൾസോ ഡു ദ സെയിം സിൻസ് ദേ ആർ ദ ബെസ്റ്റ് equipped for their future role in the fight against the warmongering Jews. മാത്രമല്ല ഇതിന്റെ താഴേക്ക് വരുമ്പോൾ ഇതിന്റെ മാർഗമായിട്ട് അവർ എഴുതി വെച്ചിരിക്കുന്നത് ജിഹാദ് ആണെന്നും കൂടിയാണ്. ഇനി നിങ്ങൾ പറയും ഇതിന് മതം ഞാൻ പറഞ്ഞത് എന്റെ മതവെറി കൊണ്ടാണോ? പച്ചയായിട്ട് ഹദീസ് വരെ നിങ്ങൾ പറയണ്ട, ഇത് നിങ്ങൾ ചാർട്ടർ പോയിരുന്നു വായിച്ചാൽ പറയാനുള്ളൂ. ചാർട്ടറിൽ എഴുതി വെച്ച സാധനം ഞാൻ വായിച്ചു. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ കേട്ടുകൊണ്ടിരുന്നതാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്റെ 2 minutes ആണ്, എന്റെ 2 minutes നിങ്ങൾ. അപ്പൊ ഇതില് കൃത്യമായിട്ട് ഇസ്ലാമിലെ ഹദീസ് വരെ കോട്ട് ചെയ്തുകൊണ്ട് ജൂതന്മാർ അവസാനത്തെ ജൂതനെയും ഇവിടെ കൊന്നു തീർക്കുന്നത് വരെ ലോകാവസാനം ഉണ്ടാകില്ല എന്ന ഈ വാറോല ഹദീസിൽ എഴുതി വെച്ചു. നിങ്ങൾ തന്നെ വായിച്ചു ഹമാസ് എഴുതി വെച്ച കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങൾ ഇടപെടല്ലേ, എന്റെ സമയം വെറുതെ കളയരുത്. ഓക്കെ, നിങ്ങൾ ഇടപെടരുത്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഈ ജൂതന്മാരായിട്ടുള്ള ആളുകൾ അവസാനത്തെ ജൂതനെയും കൊന്നു തള്ളണമെന്ന് ഇസ്ലാം എഴുതി വെച്ചിരിക്കുന്നത്. അതേപോലെ ഹദീസ് അതേപോലെ കോട്ട് ചെയ്തിട്ടാണ് ഹമാസിന്റെ ചാർട്ടറോട് എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് ഇസ്ലാമിനെ നമ്മൾ ഇവിടത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ പ്രധാന കാരണം. ഇനി 2, നിങ്ങൾ പറഞ്ഞല്ലോ ഇതുപോലെയുള്ള സാധനങ്ങൾ ഇസ്രായേൽ അത് ചെയ്തു ഇത് ചെയ്തു. ഇസ്രായേൽ എന്ത് ചെയ്ത് എന്ന് വന്നാൽ പോലും അതിന് അക്കൗണ്ടബിൾ ആയിട്ട് അവർ മുന്നോട്ട് വരുമ്പോൾ, അതിന് കറക്റ്റീവ് ആക്ഷൻസ് മുന്നോട്ട് വെക്കുമ്പോൾ അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രവണതയും കൂടി അവർ കാണിച്ചിട്ടുണ്ട്. They were always accountable. എന്നാൽ ഇവിടെ എവിടെയാണ് ഇത്തരത്തിലുള്ള സംഗതികൾ ചെയ്യുന്ന മുറയ്ക്ക് അതിനൊരു ഉത്തരം പറയുന്നതിന് വേണ്ടിയിട്ട് ഇവർ വരുന്നത്? നിങ്ങൾ പറഞ്ഞു ഇവിടെ ഹോസ്പിറ്റലിന്റെ കാര്യവും അതുപോലെ ഒളിപ്പിക്കാൻ ഹോസ്റ്റേഴ്സിനെ കൃത്യമായിട്ട് ഒളിപ്പിച്ചു. എവിടെ ഒളിപ്പിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്? തുരങ്കം, ജനങ്ങൾ താമസിക്കുന്ന ഹോസ്പിറ്റലിന്റെയോ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിന്റെ താഴെ തുരങ്കം ഉണ്ടാക്കിയിട്ട് ഒളിപ്പിക്കുന്നതിനെ കുറിച്ചാണോ നിങ്ങൾ ഒളിപ്പിക്കുന്നതെന്ന് പറയുന്നത്? ഇത് എന്ത് ന്യായമാണെന്ന് എനിക്ക് ചോദിക്കാം. എങ്ങനെ പരിശോധിക്കും? നിങ്ങൾ ഇടപെടരുത്. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കാനുള്ളത് ഒരു ചെറിയ കാര്യം കൂടി. ഇവിടെ പറഞ്ഞ മറ്റൊരു വലിയ നുണയാണ്. അതായത് ഇതൊരു ഓപ്പൺ പ്രിസൺ ആണെന്ന് പറഞ്ഞു. ഇത് ഓപ്പൺ പ്രിസൺ ആണെന്ന് ഒക്ടോബർ 7 വരെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആൾ ഇപ്പൊ എന്താ പറയുന്നത്? എന്റെ പൊന്ന് സലീമാണ്, ഒന്ന് കണ്ണൂർന്ന് കാണണം. ഈ ഗാസക്കാർ തന്നെ ഇപ്പൊ വീഡിയോ ഇട്ട് അവിടെ പ്രചരിപ്പിക്കുന്നത്, അതല്ലെങ്കിൽ ഈ ഇന്റർനാഷണൽ മുക്കാൽ മീഡിയ അടക്കം പ്രചരിപ്പിക്കുന്നത് എന്താണ്? ഗാസ സുന്ദരമായിരുന്നു. ഒക്ടോബർ 7 ശേഷം ഗാസ ആകെ പ്രശ്നമായി, തച്ച് അവിടെ പൊടിയാക്കി, അവിടെ തവിട് പൊടിയാക്കി. ഗാസ എത്ര സുന്ദരമായിരുന്നു. അപ്പൊ എവിടെ പോയി? ഇത് ഓപ്പൺ പ്രിസൺ ആയിരുന്നു ഒക്ടോബർ 7 വരെ ഇപ്പൊ പറയുന്നു ഗാസ സുന്ദരം. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറയും. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറയും. ഗാസക്കാര് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ഗാസക്കാര് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതുപോലെ ഇരട്ടത്താപ്പ് ഞരമ്പിലൂടെ കൊണ്ടു നടക്കുന്ന നിങ്ങളെ പോലെയുള്ള ആളുകൾ ഇതുപോലെയുള്ള തീവ്രവാദികളെ പോലും വെളുപ്പിക്കാൻ വേണ്ടി വരുന്ന ഈ പ്രവണത കൈയോടെ പിടികൂടും. ഇത് കാലം വേറെയാണ്. സ്വാതന്ത്ര്യ രാജ്യമായിരുന്നു അവരവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ ജനങ്ങളെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹമാസ്. ഹമാസിനെതിരെ വിരൽ ചൂണ്ടുന്ന ആളുകളെ പോലും അവിടെ കൊന്നു തള്ളുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. വില പോവാൻ പോകുന്നില്ല. എന്തായാലും ഇസ്മായിലിനെയും ഹമാസിനെയൊക്കെ പിന്തുണക്കുന്നവർ ഈ കൊച്ചു കേരളത്തിലുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയം തോന്നുന്നു. പശ്ചിമേഷ്യയിൽ മാത്രം സമാധാനമുണ്ടായാൽ പോരാ, ലോകത്താകമാനം ശാന്തിയും സമാധാനവും പുലരട്ടെ. വിശ്വശാന്തിയാവണം നമ്മുടെ ലക്ഷ്യം.